ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നമ്മളോട് സംശയങ്ങളിങ്ങനെ ചോദിച്ചു, നിങ്ങളെ കല്യാണം കഴിഞ്ഞതാണോ, നിങ്ങൾ പഠിക്കുകയാണോ, കുട്ടികളുണ്ടോ, അങ്ങനെ പലവരും പല ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്ക് 3 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിടയ്ക്ക് ഇക്കാക്കൊന്ന് ഗൾഫിൽ പോയിരുന്നു. അപ്പോൾ നമ്മളപ്പാൻ്റെ മരണം ഒക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് താനാളൂർ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ വീട് വളാഞ്ചേരിയാണ്. അപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് നമുക്ക് ഷോപ്പിക്ക് ഒരു 1.25 മണിക്കൂർ, ഒരു 27 കിലോമീറ്ററോളം നമുക്ക് ഓടാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാനും കുട്ടികളും കൂടെ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരം വൈകിട്ടാണ് പോവുക. നമുക്ക് അത്ര രാവിലെ കുട്ടികളായിട്ട് പോകാൻ കഴിയൂല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ട് മാറ്റൊക്കെ കഴുകിയിട്ടിരുന്നു കേട്ടോ. മോന് കഴുകിയിട്ടിട്ട് പിന്നെ അതൊക്കെ ഒരു വണ്ടിയിലൊക്കെ സെറ്റാക്കി, പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അവർ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഒരാൾ ടിക്കിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ അങ്ങോട്ട് തിരിച്ച് കയറാൻ പറഞ്ഞിട്ടുണ്ട്, സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു റോഡാണ്. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ മെയിൻ റോഡിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയണ പോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു ഇതിലാണ് നിൽക്കണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് എന്താ പറയുക, നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന പോലെ എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കഷ്ടപ്പാടുകൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂത്ത കുട്ടിക്ക് 6 മാസമാകുമ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ 2 പ്രഗ്നൻസി, വേറെ 1 ഡെലിവറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, പല പ്രശ്നങ്ങളും നമ്മളെ കൂടെ ഒന്നും ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കണത് വരെ ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ പഠിച്ചോന് ഈ ഒരു എന്താ പറയുക, ഒരു ഇതിലാക്കി തന്നതിന് നമ്മൾ പഠിച്ചോനോട് ഒരുപാട് നന്ദി പറയണം. കാരണം എന്താ വെച്ചാൽ പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കണക്കില്ല. അപ്പോൾ അത്രയും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് പഠിച്ചോനോട്. നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തുന്നും ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നും അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഓരോ സാഹചര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനാലുണ്ടായ ഒരു ഭവിഷ്യത്ത് പറയാൻ പറ്റില്ല. അത്രയും സങ്കടങ്ങളുള്ള കാര്യങ്ങൾ വരെ നമുക്ക് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന ഇടയ്ക്ക് നിൽക്കുന്ന കേവൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നരിമട കണ്ടതാണ്. അപ്പോൾ മക്കൾക്ക് അവിടെ ഇറങ്ങിയേ തീരുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവർക്ക് വണ്ടിയിൽ കയറണം. അപ്പോൾ അവരെ വണ്ടിയിൽ കയറ്റി. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഒഴൂർ വെള്ളച്ചാൽ പോണ റോഡിലാണ് ഈ ഒരു കേവൻ പാർക്ക് നരിമട വ്യൂ പോയിൻ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ നാട്ടുകാരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ നരിമട ഞാൻ എത്ര കാലത്തിലിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് കുട്ടികൾ ഇങ്ങനെ ശാഠ്യം പിടിച്ച് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങൾ 4 ആളും കൂടെ അവിടെ ഇറങ്ങി. അപ്പോൾ അവർക്ക് വണ്ടി കയറണം എന്ന് പറഞ്ഞപ്പോൾ അതും കയറ്റി കൊടുത്ത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയണേ ഞങ്ങൾക്ക് ഊഞ്ഞാലാടണം. അപ്പോൾ അങ്ങനെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് 2 ആളും കൂടെ താഴേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ അവരെ കാണാനില്ല. അതിലാകെ ബേജാറായിട്ടോ. നമുക്ക് ഒരാൾക്കൊന്നും ഈ 3 കുട്ടികളായിട്ടൊന്നും
പോവാനായിട്ട് സഹായിക്കൂല. ഓലൊന്നും നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ എന്താ പറയുക കിട്ടൂല കേട്ടോ. ഒരു രണ്ടാളെങ്കിലും വേണം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓല് പറഞ്ഞു നമുക്ക് നരിമട കാണാൻ പോവാന്ന്. അങ്ങനെ ആ ഒരു ഏരിയയിൽ കൂടെ അതൊക്കെ ഇങ്ങനെ നരിമട കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ടൈം ആയിക്കണം, നമുക്ക് പോവാം, ഇപ്പച്ചിൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഓൽക്കൊന്നും പറ്റൂല. ഓല് മുന്നിൽ ഓടുന്നെ, പിന്നെ നമുക്ക് വേറെ രക്ഷയില്ലല്ലോ. അപ്പം ഞാനും പിന്നാലെ പോയിട്ടോ. എന്തായാലും ഞാനും കണ്ടിട്ടില്ല, എനിക്കും കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് എന്താണ് നരിമട കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു വഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഒരു പറഞ്ഞാൽ പക്കം ഞാനും കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 4:30ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5:30-6 മണി ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ. ഇത് ഓലെന്നെ മുന്നിൽ ഇറങ്ങി പോവാണ്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് മുന്നിൽ ഓടലി എനിക്ക് പേടിയാവുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓലതൊന്നും കേൾക്കാൻ നിൽക്കണില്ല. ഓല് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ അവർക്കും എന്താ സംഭവം നരിമട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോൾ ഞാൻ ചെറിയൊരു സംഭവമൊക്കെയാണ് എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ വലിയൊരു ഗുഹൻ്റെ ഒരു മുഖം പോലെ, ഒരു കവാടം പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല എന്താ പറയുക നിൽക്കണം. അവിടെ ഇരുട്ടായ കാരണം ഇപ്പോൾ നല്ല വൈകുന്നേരമായില്ലേ, വൈകുന്നേരമായ കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുക. അവരങ്ങനെ ഓട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഈ ഒരു വലിയൊരു ഗുഹ പോലെ ഇതാണ് കേട്ടോ നരിമട എന്ന് പറയുന്നത്. അപ്പോൾ ഇരുടാണ് അവിടെയൊക്കെ, വല്ലാതെ വെളിച്ചൊന്നുമില്ല. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ആളുണ്ട് കേട്ടോ അവിടെ. അല്ലെങ്കിലും അവിടെ ആ പാർക്ക് ആവണേൻ്റെ മുന്നേ ആ ഒരു വ്യൂ പോയിന്റിൽ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ബൈക്കായിട്ടും വണ്ടിയായിട്ടും ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ എന്തൊക്കെ കാണാം. പക്ഷെ നമുക്കറിയില്ല നരിമട ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ ഇങ്ങനെ കാണാം, ഇങ്ങനെ ഇത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നരിമടൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകെ ഇരുടാണ്. പിന്നെ നമുക്ക് ഇരുട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വേഗം പോവാന്ന് പറഞ്ഞ് വരികയാണ്. അങ്ങനെ അതാ അവർ മുന്നിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. ഞാനും മോളും കൂടെ ബാക്കിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇഴജന്തുക്കൾ ഉണ്ടാവും, സൂക്ഷിക്കുക എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നും ഒറ്റക്കാവുമ്പോഴേ. അങ്ങനെ അങ്ങനെ ഇനിയും കുറേ പരിപാടികൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കണം കേട്ടോ. പിന്നെ കുറേ സ്ഥലത്ത് ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ടിക്കറ്റിന് 20 രൂപയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ വേറെ ഓരോ പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളും ഇതൊക്കെ അതിലുള്ളതാണ്. പിന്നെ ബാക്കി എക്സ്ട്രാ കുറച്ച് കുട്ടികളെ കളിക്കണവും ഇതൊക്കെ ഉള്ളതിന് മാത്രമാണ് കേട്ടോ അവിടെ പിന്നെ പേ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ 20 രൂപയിൽ ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ കവാടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ മേലൊരു ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയുക ഇരുന്നിട്ട് നമ്മൾ എന്താ പറയുക കോഫിയും ഇതൊക്കെ കുടിക്കാനായിട്ടുള്ളൊരു സ്പോട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലൊക്കെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കടലൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഞങ്ങൾ നല്ല നേരം വൈകിയ കാരണം നമ്മൾ അങ്ങോട്ട് മേലേക്കൊന്നും കയറാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടോ.
അങ്ങനെ ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്ത് മൂലതൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. റൈസൻ്റെ ഐസ്ക്രീം കൂടെ വീണു. അങ്ങനെ കുട്ടി കരച്ചിലോട് ലേസ് വേണം. അങ്ങനെ ലേസ് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി കടലേറ്റ് വന്നത്. അപ്പോൾ അങ്ങനെ കടല വാങ്ങിക്കൊടുത്തപ്പോൾ എല്ലാവരും സെറ്റായി, ഇനിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് വേഗം പോവാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. പെട്ടെന്ന് വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയുണ്ടായത്. വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് വേഗം കയറാൻ. അപ്പോൾ തന്നെ ഒരുപാട് ഇട്ടായ കാരണം പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി. അവിടെ അടുത്ത് തന്നെ ഉണ്ട് വീട്. എത്താറായപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പക്ഷേ നമ്മൾ നൈറ്റിൻ്റെ പുതിയ കളക്ഷനൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നിങ്ങളെല്ലാ വിലപ്പെട്ട അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കട്ടോ. നമ്മളെ എന്താ പറയുക, എല്ലാവർക്കും ടാറ്റാ.